24,000 അടി ഉയരത്തിൽ 509 യാത്രക്കാരെയും കൊണ്ട് ഒരു ബോയിങ് 747 വിമാനം പറന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് വിമാനത്തിന്റെ ടൈൽ പാർട്ട് വിമാനത്തിൽ നിന്നും വേർപെട്ടു പോകുന്നത്. പൈലറ്റിന് വിമാനത്തിന് മേലുള്ള നിയന്ത്രണം പൂർണ്ണമായി ഇല്ലാതാവുകയും ചെയ്തു. കൂടാതെ വിമാനത്തിനുള്ളിൽ ഓക്സിജനോ എയർ പ്രഷറോ ഇല്ലാതെ യാത്രക്കാരും മരണത്തെ മുഖാമുഖം കാണാൻ ആരംഭിച്ചിരിക്കുന്നു. പിന്നീട് 45 മിനിറ്റോളം ആ വിമാനം ആകാശത്തിന് മുകളിലൂടെ ആയിരക്കണക്കിന് ആളുകളുടെ തലക്ക് മുകളിലൂടെ എങ്ങോട്ടെന്നില്ലാതെ പറന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ ആ വിമാനത്തിനും അതിലെ 524 ജീവനുകൾക്കും എന്ത് സംഭവിച്ചു എന്നാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. 1985 ഓഗസ്റ്റ് 12 ബോയിങ് 747 വിമാനമായിട്ടുള്ള ജപ്പാൻ എയർലൈൻസ് 123 ടോക്കിയോ ഹനെഡ എയർപോർട്ടിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ്. 1 മണിക്കൂർ കഴിഞ്ഞ് ടോക്കിയോയിൽ നിന്നും ജപ്പാനിലെ ഒസാക്കയിലേക്കുള്ള യാത്രയുടെ തയ്യാറെടുപ്പിലാണ് വിമാനവും ക്രൂ മെമ്പേഴ്സും. ആയിരക്കണക്കിന് ആളുകളാണ് ദിവസവും ടോക്കിയോയിൽ നിന്നും ഒസാക്കയിലേക്ക് സഞ്ചരിക്കാറുള്ളത്. പക്ഷേ അന്ന് സാധാരണയേക്കാൾ കൂടുതൽ തിരക്കേറിയ ഒരു ദിവസമായിരുന്നു. കാരണം ഓബോൺ എന്ന ജപ്പാനീസ് ഹോളിഡേ സീസൺ ആരംഭിച്ച സമയമായിരുന്നു അത്. അതിനാൽ തന്നെ സ്വന്തം വീട്ടിലേക്കൊക്കെ അവധിക്കാലം ആഘോഷിക്കാൻ പോകുന്നവരായിരുന്നു അതിൽ കൂടുതലും. അങ്ങനെ 509 യാത്രക്കാരും 15 ക്രൂ മെമ്പേഴ്സുമായി വിമാനം പുറപ്പെടാൻ തുടങ്ങുകയായിരുന്നു. പക്ഷേ ആ വിമാനത്തിലുള്ള ആർക്കും വർഷങ്ങളായി ആ വിമാനത്തിലുണ്ടായിരുന്ന ഒരു ചെറിയ പിഴവിനെക്കുറിച്ചോ അത് വരുത്തിവെക്കാൻ പോകുന്ന വിപത്തിനെക്കുറിച്ചോ അറിയില്ലായിരുന്നു. അന്നത്തെ ബിസി ഷെഡ്യൂൾ കാരണത്താൽ ബോയിങ് 747 ആ ദിവസത്തെ 6ാമത്തെ യാത്രയായിരുന്നു അത്. കോക്പിറ്റിൽ 49 വയസ്സുള്ള മസാമി ടക്കഹമയായിരുന്നു ക്യാപ്റ്റനായി ഉണ്ടായിരുന്നത്. 12,000 മണിക്കൂർ വിമാനം പറത്തി എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. കൂടാതെ ഫസ്റ്റ് ഓഫീസറായി 39 വയസ്സുള്ള യുട്ടാക്ക സസക്കിയും ഉണ്ടായിരുന്നു. 3,900 മണിക്കൂർ വിമാനം പറത്തിയുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. കൂടാതെ ഫ്ലൈറ്റ് എഞ്ചിനീയറായി 46 വയസ്സുള്ള ഹിരോഷി ഫുകുഡയും കോക്പിറ്റിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം കോക്പിറ്റിന് പിന്നിലിരുന്ന് വിമാനത്തിൻ്റെ ടെക്നിക്കൽ സിസ്റ്റംസ് മോണിറ്റർ ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ വൈകുന്നേരം 6:04 വിമാനം ഒസാക്ക ലക്ഷ്യമാക്കി ആകാശത്തേക്ക് പറന്നുയർന്നു. വളരെ കുറഞ്ഞ സമയം മാത്രമായിരുന്നു ടോക്കിയോയിൽ നിന്നും ഒസാക്കയിലേക്കുണ്ടായിരുന്നത്. അതായത് ഏകദേശം 1 മണിക്കൂറും 12 മിനിറ്റും മാത്രം. അങ്ങനെ വിമാനം അതിൻ്റെ ക്രൂയിസിംഗ് ആൾട്ടിറ്റ്യൂഡായിട്ടുള്ള 24,000 അടി ഉയരത്തിലേക്ക് പറന്നുയർന്നു. പതിയെ വിമാനം ഡിസെൻഡിങ്ങിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും ആരംഭിച്ചു. അന്നത്തെ ടോക്കിയോയിലെ കാലാവസ്ഥ ക്ലിയർ ആയിരുന്നുവെങ്കിലും ജപ്പാനിൽ ചിലയിടങ്ങളിൽ ഇടിയും മിന്നലിനുമുള്ള സാധ്യതകൾ കണക്കിലെടുത്ത് ഒസാക്കയിലേക്ക് നേരിട്ട് ഫ്ലൈ ചെയ്യാതെ സഗാമി ഉൾക്കടലിന് മുകളിലൂടെയുള്ള റൂട്ടിൽ ഒസാക്കയിലേക്ക് എത്തണമെന്നായിരുന്നു പൈലറ്റിന് ലഭിച്ച നിർദ്ദേശം. പക്ഷേ ടേക്ക് ഓഫ് ചെയ്ത് 12 മിനിറ്റുകൾക്ക് ശേഷം സഗാമി ഉൾക്കടലിന് മുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിമാനത്തിൻ്റെ ബാക്ക് സൈഡിൽ നിന്നും പെട്ടെന്ന് വലിയൊരു ശബ്ദം പുറത്തേക്ക് വന്നു. അതേസമയം വിമാനത്തിൻ്റെ ടൈൽ പാർട്ടിൽ തകരാർ സംഭവിച്ച് അതിൻ്റെ വാൽഭാഗം പറന്നു പോവുകയും ചെയ്തു. സെക്കൻഡുകൾ കൊണ്ടാണ് തങ്ങളുടെ വീടുകളിൽ എത്താൻ പോകുന്നു എന്ന എല്ലാവരുടെ ആകാംക്ഷയും ഭയമായി മാറിയത്. അവിടെ മുതലായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. ക്യാബിനുള്ളിലെ നിലവിളി ശബ്ദങ്ങൾ കോക്പിറ്റ് വരെ കേൾക്കുന്നുണ്ടായിരുന്നു. കൂടാതെ വിമാനം താഴേക്ക് സഞ്ചരിക്കുകയായതിനാൽ തന്നെ എയർ പ്രഷർ വേരിയേഷൻസ് കാരണത്താൽ വിമാനത്തിനകത്തെ ഓക്സിജന്റെ അളവും കുറഞ്ഞു വരികയായിരുന്നു. ഇത് സംഭവിക്കാതിരിക്കാൻ ക്യാബിനുള്ളിലെ ആർട്ടിഫിഷ്യൽ പ്രഷർ വിമാനത്തിന് പുറത്തുള്ള അന്തരീക്ഷത്തിൻ്റെ മർദ്ദവുമായി മെയിൻറ്റെയിൻ ചെയ്യണമായിരുന്നു. അതായത് 24,000 അടി ഉയരത്തിൽ വിമാനത്തിൻ്റെ പുറത്തുള്ള അന്തരീക്ഷത്തിൻ്റെ മർദ്ദം വിമാനത്തിൻ്റെ അകത്തുള്ള മർദ്ദത്തേക്കാൾ കുറവായിരിക്കും. അതിനാൽ തന്നെ വിമാനത്തിനകത്തെ ഇൻറ്റേർണൽ എയർ പ്രഷർ ക്യാബിൻ വാൾസിനുള്ളിലൂടെ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയും ക്യാബിനിൽ ഒരു ചെറിയ ലീക്ക് സംഭവിച്ചാൽ ക്യാബിൻ്റെ ഉള്ളിൽ വലിയ ഹോൾ രൂപപ്പെടാൻ കാരണമാവുകയും ചെയ്യും. അങ്ങനെ സംഭവിച്ചാൽ അത് ഓക്സിജൻ ലെവലിനെ ബാധിക്കുകയും ഉള്ളിലെ യാത്രക്കാർക്ക് ശ്വാസമെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. സത്യത്തിൽ എന്താണ് വിമാനത്തിന് സംഭവിച്ചതെന്ന് പൈലറ്റുകൾക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ആദ്യം അവർ കരുതിയത് ലാൻഡിംഗ് ഗിയർ ഡോർ പൊട്ടിയത് ആണോ എന്നായിരുന്നു. എന്നാൽ പിന്നീട് എഞ്ചിനിൽ നിന്നുമാണോ ശബ്ദം വരുന്നതെന്നായിരുന്നു അവർ പരിശോധിച്ചത്. പക്ഷേ സത്യത്തിൽ വിമാനത്തിൻ്റെ ഫ്യൂസലേജിൻ്റെ പിൻഭാഗം വേർപെട്ട് വിമാനത്തിൻ്റെ റഡറും വിമാനത്തിൽ നിന്നും തെറിച്ചു പോവുകയായിരുന്നു. ഈ ടൈൽ റപ്ചർ കാരണമാണ് വിമാനത്തിനകത്തെ പ്രഷറിൽ ഇൻബാലൻസ് സംഭവിച്ചത്. ഈ പാറിപ്പോയ റഡർ എന്ന പാർട്ടാണ് വിമാനത്തിൻ്റെ മൂവ്മെൻറ്റ്സ് അഥവാ സൈഡ് മൂവ്മെൻറ്റ്സ്, റോളിംഗ്,
പിച്ച് മൂവ്മെൻറ്റ്സ് തുടങ്ങിയവയൊക്കെ നിയന്ത്രിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ റഡർ ഇല്ലാതെ ഇത്രയും ഉയരത്തിൽ വെച്ച് വിമാനത്തെ കൃത്യമായി ടേൺ ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ പൈലറ്റുമാർക്ക് സാധിക്കില്ല എന്നതാണ് സത്യം. പക്ഷേ ഇതിൽ ഏറ്റവും അപകടകരമായ കാര്യം എന്തെന്നാൽ ആ സമയത്തൊന്നും വിമാനത്തിൻ്റെ റഡർ നഷ്ടപ്പെട്ട കാര്യം പൈലറ്റിന് അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. തുടർന്ന് വിമാനം ഒരു തരത്തിലുള്ള കൺട്രോളുമില്ലാതെ ആടി ഉലയാൻ ആരംഭിച്ചു. താഴെ നിന്നും വിമാനത്തിൻ്റെ സ്ട്രെയിഞ്ച് മോഷൻ കണ്ട് ഒരാൾ എടുത്ത ഈ ചിത്രത്തിൽ വിമാനത്തിൻ്റെ ടെയിലിൽ റഡർ സെക്ഷൻ ഇല്ലാത്ത കാര്യം സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. 500-ലധികം ജീവനുകളാണ് ആ വിമാനത്തിലുള്ളതെന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെ ക്രൂ മെമ്പേഴ്സ് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും യാത്രക്കാരോട് സീറ്റ് ബെൽറ്റ് ധരിച്ച് സുരക്ഷിതമായിരിക്കാൻ ക്രൂ മെമ്പേഴ്സ് നിർദ്ദേശിക്കുന്നുണ്ട്. ക്യാപ്റ്റൻ ടക്കഹാമയ്ക്ക് വിമാനത്തിന് മാരകമായി തന്നെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുകയും അദ്ദേഹം ഉടനെ ട്രാൻസ്പോണ്ടർ ഫ്രീക്വൻസി 703 എന്ന യൂണിവേഴ്സൽ ഡിസ്ട്രസ് സിഗ്നലിലേക്ക് മാറ്റുകയുമായിരുന്നു. ഈ സിഗ്നലിലൂടെ എല്ലാ കൺട്രോൾ ടവറിലേക്കും വിമാനം എമർജൻസി കണ്ടീഷനിൽ ആണെന്ന വിവരം എത്തിക്കാൻ കഴിയുമായിരുന്നു. ഉടനെ തന്നെ ക്യാപ്റ്റൻ വിമാനം ടോക്കിയോ എയർപോർട്ടിൽ തന്നെ എമർജൻസി ലാൻഡിംഗ് നടത്താൻ തീരുമാനിച്ചു. ഇതിനായി ടോക്കിയോ കൺട്രോൾ ടവറിൽ വിമാനം അറിയിക്കുകയും 90 ഡിഗ്രി ടേൺ ബാക്ക് എടുത്ത് ടോക്കിയോയിൽ ലാൻഡ് ചെയ്യാനുള്ള അനുമതിയും ലഭിക്കുകയായിരുന്നു. പക്ഷേ അവർ ടേൺ ചെയ്യുന്നത് പോലെയൊന്നും വിമാനം സഞ്ചരിക്കുന്നുണ്ടായിരുന്നില്ല. എങ്കിലും പൈലറ്റുമാർ അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ വിമാനം പൈലറ്റിൻ്റെ ഒരു ഇൻപുട്ടിനും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കൂടാതെ ഫ്ലൈറ്റ് എഞ്ചിനീയർ വിമാനത്തിൻ്റെ ഹൈഡ്രോളിക് പ്രഷർ വളരെ പെട്ടെന്ന് ഡ്രോപ്പ് ആകുന്നുണ്ടെന്ന വിവരവും പൈലറ്റിനെ അറിയിച്ചു. എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് 0 ആവുകയായിരുന്നു. ഈ നിമിഷമാണ് വിമാനം തങ്ങൾക്കിനി കൺട്രോൾ ചെയ്യാൻ കഴിയില്ലെന്നും കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് കൺട്രോൾ ആയി കഴിഞ്ഞെന്ന സത്യം അവർ മനസ്സിലാക്കുന്നത്. ഇനി മനസ്സിലാകാത്തവർക്ക് ചുരുക്കി പറഞ്ഞു തരാം. അതായത് ഒരു വിമാനം അതിൻ്റെ വിങ്സിൻ്റെ എയിലറോൺസ് ഉപയോഗിച്ചാണ് ടേൺ ചെയ്യുന്നത്. കൂടാതെ എലവേറ്റേഴ്സ് ഉപയോഗിച്ച് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുകയും ഫ്ലാപ്സ് ഉപയോഗിച്ച് സ്ലോ ഡൗൺ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു വിമാനം ഹൈ സ്പീഡിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൈകൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. അതിനാൽ തന്നെ ഹൈഡ്രോളിക് പ്രഷർ ഇതിന് ആവശ്യമായുണ്ട്. ഈ വിമാനത്തിൻ്റെ ടെയിൽ പാർട്ട് തകർന്ന സമയത്ത് ഈ ഹൈഡ്രോളിക് പൈപ്സ് ഡാമേജ് ആവുകയും വിമാനം പൈലറ്റുമാർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ വരികയുമാണ് ഉണ്ടായത്. അങ്ങനെ 24,000 അടി ഉയരത്തിൽ വെച്ച് ജപ്പാൻ എയർലൈൻസ് ഫ്ലൈറ്റ് 123യുടെ ക്യാബിൻ പ്രഷർ പൂർണ്ണമായും നഷ്ടമാവുകയും ഓക്സിജൻ മാസ്കുകൾ ഡിപ്ലോയ് ആവുകയും ചെയ്തു. കൂടാതെ ലോ പ്രഷർ കാരണത്താൽ പാസഞ്ചേഴ്സും ക്രൂ മെമ്പേഴ്സും ഹൈപ്പോക്സിയ എന്ന അഥവാ ലോ ഓക്സിജനിൽ ഉണ്ടാകുന്ന അബോധാവസ്ഥയും നേരിടാൻ ആരംഭിച്ചു. അനിയന്ത്രിതമായി റോൾ ചെയ്യുന്ന വിമാനത്തിൽ ആകെ പൈലറ്റിന് നിയന്ത്രണമുണ്ടായിരുന്നത് വിമാനത്തിൻ്റെ എൻജിൻ മാത്രമായിരുന്നു. അങ്ങനെ ക്യാപ്റ്റൻ ടക്കഹാമ വിമാനത്തിൻ്റെ റോളിംഗ് ഇല്ലാതാക്കാൻ വേണ്ടി എൻജിൻ ത്രസ്റ്റ് യൂസ് ചെയ്യുകയും ഒരു പരിധിവരെ വിമാനത്തിൻ്റെ റോളിംഗ് കുറയ്ക്കാൻ അത് സഹായിക്കുകയും ചെയ്തു. ഇനിയുള്ള ടാസ്ക് എന്നത് എത്രയും പെട്ടെന്ന് ടോക്കിയോ എയർപോർട്ടിലേക്ക് എത്തുക എന്നുള്ളതാണ്. പക്ഷേ അതിനാദ്യം അവർക്ക് ക്യാബിൻ പ്രഷർ കൂട്ടാൻ വേണ്ടി വിമാനത്തെ ലോവർ ആൾട്ടിറ്റ്യൂഡിലേക്ക് എത്തിക്കണമായിരുന്നു. സാധാരണയായി ഇതിന് എലവേറ്റേഴ്സ് സഹായിക്കുമെങ്കിലും ഹൈഡ്രോളിക് പവേഴ്സ് ഇല്ലാതെ അതവർക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. അതിനാൽ തന്നെ ക്യാപ്റ്റൻ ലാൻഡിംഗ് ഗിയർ താഴ്ത്താൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ അതും ഹൈഡ്രോളിക് പ്രഷർ ഇല്ലാതെ സാധ്യമല്ലാത്തതിനാൽ തന്നെ ക്യാപ്റ്റൻ ഗ്രാവിറ്റി ഗിയർ ഡ്രോപ്പിംഗ് ചെയ്യുകയും അത് വർക്കാവുകയും ചെയ്തു. അങ്ങനെ സമയം 6:45 ജപ്പാനീസ് ഫ്ലൈറ്റ് 123 അറ്റ്സുക്കി എന്ന സിറ്റിയുടെ മുകളിലൂടെ സർക്കിളിൽ നിയന്ത്രണങ്ങളില്ലാതെ വട്ടമിട്ട് പറക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴേക്കും പൈലറ്റിന് വിമാനത്തിൻ്റെ ആൾട്ടിറ്റ്യൂഡ് 24,000 അടിയിൽ നിന്നും 13,500 അടിയിലേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും അവസാനിക്കുമായിരുന്നില്ല. കാരണം വെറും എൻജിൻ കൺട്രോൾ മാത്രം ഉപയോഗിച്ച് ടോക്കിയോയിലേക്ക് ടേൺ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമല്ലായിരുന്നു. പക്ഷേ അപ്പോഴേക്കും വിമാനം ജപ്പാന്റെ പർവ്വത മേഖലയിലേക്ക് കടന്നിരുന്നു. വിമാനം ആ സമയം വളരെ ലോ ആൾട്ടിറ്റ്യൂഡിൽ ഒരു കൺട്രോളും ഇല്ലാതെയായിരുന്നു സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. ഇനി ടോക്കിയോയിൽ എത്തിപ്പെടുന്നത് ഇമ്പോസിബിൾ ആണെന്ന് അവർ മനസ്സിലാക്കി. സമയം 6:48 ക്യാപ്റ്റൻ ടക്കഹാമ ഫസ്റ്റ് ഓഫീസറോട് റൈറ്റിലേക്ക് ടേൺ ചെയ്യാൻ പറയുന്നതും മുൻപിൽ മലയുണ്ടെന്നും പറയുന്നത് നമുക്ക് കേൾക്കാം. പക്ഷേ അങ്ങനെയൊരു ടേൺ ആ സമയത്ത് ഒരിക്കലും നടക്കില്ലായിരുന്നു. ആ സമയം വിമാനം ടോക്കിയോയിൽ നിന്നും ഒരുപാട് അകലെയായിരുന്നു. കൂടാതെ വെറും 6,800 അടി ഉയരത്തിൽ മലകൾക്ക് മുകളിലൂടെയായിരുന്നു വിമാനം സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞ് 6:54
ക്യാപ്റ്റൻ പാനിക് ആകുന്നത് കോക്പിറ്റ് റെക്കോർഡിംഗ്സിൽ കേൾക്കാൻ സാധിക്കും. ഒടുവിൽ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം കോക്പിറ്റിൽ നിന്നും ഈ ശബ്ദമാണ് റെക്കോർഡ് ചെയ്യപ്പെട്ടത്. എല്ലാ പരിശ്രമങ്ങളും വിഫലമായിക്കൊണ്ട് ജപ്പാൻ എയർലൈൻസ് ഫ്ലൈറ്റ് 123 മലകൾക്കിടയിലേക്ക് ചെന്ന് പതിക്കുകയായിരുന്നു. വിമാനത്തിലെ 524 മനുഷ്യജീവനുകളിൽ വെറും 4 പേർ മാത്രമാണ് അന്ന് രക്ഷപ്പെട്ടത്. ബാക്കി 520 പേരും ആ ദുരന്തത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു. ഈ അപകടത്തെക്കുറിച്ച് നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ ചെന്നെത്തിയത് 6 വർഷം മുൻപുള്ള ഈ വിമാനത്തിൻ്റെ ടെയിൽ ഭാഗം ലാൻഡിങ്ങിനിടെ റൺവേയിൽ തട്ടിയ ഒരു സംഭവത്തിലായിരുന്നു. കുറച്ച് ആഴ്ചകൾ കൊണ്ട് നടത്തിയ ഇതിൻ്റെ റിപ്പയറിങ്ങിൽ ഡാമേജ് ആയ ടെയിൽ പാർട്ട് ഇൻകറക്റ്റ് ആയിട്ടായിരുന്നു റിപ്പയർ ചെയ്തിരുന്നത്. ഇതായിരുന്നു ആ ദുരന്തത്തിൻ്റെ കാരണം. ഭാഗ്യവശാൽ തുടർന്നുള്ള 7 വർഷങ്ങളിൽ വലിയ അപകടങ്ങളൊന്നും സംഭവിച്ചിരുന്നില്ല. പക്ഷേ അത് ഒടുവിൽ കലാശിച്ചത് 520 പേരുടെ ജീവനിലായിരുന്നു. എങ്കിലും എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടിട്ടും 45 മിനിറ്റോളം തോറ്റുകൊടുക്കാതെ വിമാനത്തെ ക്രാഷ് ആകുന്നതിൽ നിന്നും തടഞ്ഞ ക്രൂ മെമ്പേഴ്സിൻ്റെ ആത്മധൈര്യത്തെ തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്തു തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.